വിൻറ്റേജ് അക്കാദമിയുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന ഭാഗത്തിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാസ്റ്റർ. വളരെ കാലം അക്കൗണ്ടൻസി എന്ന പരിചയസമ്പത്തുണ്ട്. 1983 മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്രയും വർഷത്തെ പരിചയസമ്പത്തിൽ നിക്ഷിപ്തമാണ്. +1 പരീക്ഷയെ ഉന്നം വെച്ചുകൊണ്ട് +1 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഈ ക്ലാസ്സുകൾ പറഞ്ഞു നൽകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ ക്ലാസ്സിലെ ട്രയൽ ബാലൻസ് എന്താണ്, അതെങ്ങനെ തുല്യമാക്കാമെന്നും നമ്മൾ കണ്ടു. എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എടുത്തിരുന്ന സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുക. ഇതിന് പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം, അങ്ങനെ 3 കോളമാണ് പ്രധാനമായിട്ടുള്ളത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഐറ്റംസ് എഴുതുന്നു, അസറ്റ്സുകൾ, ലയബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകംസ്, ഇതൊക്കെയാണ് ഐറ്റംസ് ആയിട്ട് വരിക. എമൗണ്ട് കോളം, ഡെബിറ്റ് കോളമുണ്ട്, ക്രെഡിറ്റ് കോളമുണ്ട്. എല്ലാ ചെലവുകൾക്കും അസറ്റ്സുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. വരവുകൾക്കും ലയബിലിറ്റികൾക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് തുല്യമായ നമ്മുടെ ജേർണലൈസിങ്, ലെഡ്ജർ അക്കൗണ്ടിലേക്കുള്ള പോസ്റ്റിങ്, ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസിങ്, അതിൻ്റെ ബാലൻസ് എടുക്കുന്ന ട്രയൽ ബാലൻസ്, ഇതെല്ലാം അരിത്മെറ്റിക്കൽ ആക്യുറസി കൃത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ എഴുതുന്ന ട്രയൽ ബാലൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും പുറത്തുകൊണ്ടാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് പുതിയതായിട്ട് മനസ്സിലാക്കാനുള്ളത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് 4 കോളം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡേറ്റ് കോളത്തിൻ്റെ ആവശ്യമില്ല. ഇത് 31 ഡിസംബറിൽ അല്ലെങ്കിൽ 31 മാർച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് ഡേറ്റ് കോളം ആവശ്യമില്ല. ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ 31 ഡിസംബർ വർഷം എഴുതി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഓരോ ഐറ്റത്തിനെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഐറ്റം 2 ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ വർഷം ആരംഭത്തിൽ നമ്മുടെ കൈവശം ജനുവരി 1-ാം തീയതി കൈവശിക്കുന്ന അൺസോൾഡ് ഗുഡ്സിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. അടുത്തത് പർച്ചേസ്, സാധനങ്ങൾ വാങ്ങിച്ച്, കടമായിട്ട് മേടിച്ചിട്ടുണ്ടാവും, റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടാവും. ക്യാഷ് പർച്ചേസ്, ക്യാഷ് എടുക്കുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എടുക്കുന്നത് പർച്ചേസ് ഡേറ്റിൽ നിന്നാണ്. അതാണ് പർച്ചേസസ്. ഇതിനകത്ത് ലെസ് റിട്ടേൺസ്. പർച്ചേസ് വാങ്ങിയ സാധനം ഏതെങ്കിലും കാരണവശാൽ കേടുവന്നതുകൊണ്ടോ മോശമായതുകൊണ്ടോ വില കൂടിയതുകൊണ്ടോ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടോ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് റിട്ടേൺസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. ഇത് കുറച്ചിട്ട് ഇനി ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഫാക്ടറി, ഫാക്ടറി ഏരിയസ്, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഹീറ്റിംഗ്, ഗ്യാസ്, പവർ, ഫ്യൂവൽ, വാട്ടർ തുടങ്ങിയ ഫാക്ടറികൾ
സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. അത് രണ്ടോടെ കൂട്ടിയിട്ട് എഴുതും. ലെസ് റിട്ടേൺസ്, തിരിച്ചു കൊടുത്തതുണ്ടെങ്കിൽ അത് റിട്ടേൺസ് കുറച്ച് ഔട്ട് കൊടുത്തിട്ട് സെയിൽസ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഗുഡ്സ് ടു റിട്ടേൺസ് ഗുഡ്സ് ബൈ കസ്റ്റമേഴ്സ്. നമ്മൾ വിറ്റ സാധനം വില കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ്സ്. ഒരു പർച്ചേസ് റിട്ടേൺസ് മറ്റു പേരാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ്. നമ്മൾ മേടിച്ച സാധനം കുറച്ച് മുമ്പ് തിരിച്ച് സപ്ലയേഴ്സിന് കൊടുക്കുന്നതാണ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺസ്. വിറ്റ സാധനം തിരിച്ചു വരുന്നതാണ് സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ്സ്. ഇനി ഇവിടെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്രെഡിറ്റ് സൈഡിൽ സാധാരണഗതിയിൽ രണ്ടേ ഐറ്റമേ ഉണ്ടാവുള്ളൂ. സെയിൽസ്, ലെസ് റിട്ടേൺസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് കൂടി എല്ലാ സന്ദർഭങ്ങളിലും ക്രെഡിറ്റ് സൈഡ് ഇവിടെ മിച്ചം കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഐറ്റംസ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ലെസ് റിട്ടേൺസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ്, ക്യാരിയർ ഇൻവേഴ്സ്, ഗ്യാസ്, പവർ, ഫ്യൂവൽ, വാട്ടർ, കോള്, കോക്ക്, ഫാക്ടറി ലൈറ്റിംഗ്, ഫാക്ടറി ഹീറ്റിംഗ് തുടങ്ങി ഫാക്ടറി റെന്റ് തുടങ്ങിയ ഫാക്ടറിയോട് ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും കിട്ടുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒന്നാമത്തെ ഐറ്റം എഴുതുന്നു. ഒന്നാമത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. രണ്ടാമത്തെ ഐറ്റം പർച്ചേസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസ് ഉണ്ടാവും, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടാവും. അതിനകത്തുനിന്ന് പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഔട്ട്വേർഡ്സ് കൊടുക്കുമ്പോഴാണ് ഈ സാധനം കിട്ടുന്നതാണ് എഴുതുക. മൂന്നാമത്തെ ഐറ്റമാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ചെലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ്, ഫാക്ടറി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതന കൂലി. പിന്നെ ക്യാരിയർ ഇൻവേഴ്സ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കൊടുക്കുന്ന വണ്ടിക്കൂലി അല്ലെങ്കിൽ വള്ളക്കൂലി, ഫ്രൈറ്റ്, ഗ്യാസ്, കസ്റ്റംസ് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജ് തുടങ്ങിയ എല്ലാ ഐറ്റവും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നു. ക്രെഡിറ്റ് സൈഡിൽ പ്രധാനമായിട്ടും വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് ക്യാഷ് ബുക്കിൽ നിൽക്കും, ക്രെഡിറ്റ് സെയിൽസ് സെയിൽസിലെ ബുക്കിൽ നിൽക്കും. അത് രണ്ടോട് നോക്കുന്നതാണ് ടോട്ടൽ സെയിൽസ്. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേഴ്സ് കുറയ്ക്കുന്നു. തിരിച്ചു വന്നതിനെയാണ് റിട്ടേൺസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് എന്ന് വിളിക്കുക. അത് കുറച്ച് കിട്ടുന്നത് എഴുതി, അതാണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് ആണ് നമ്മൾ ഇവിടെ എഴുതുക. റിട്ടേൺസ് കുറച്ച് കിട്ടുന്നതിനെയാണ് നെറ്റ് സെയിൽസ് എന്ന് വിളിക്കുക. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടിയതാണ്. അതിൽ നിന്ന് റിട്ടേൺസ് കുറച്ച് കിട്ടുന്നതിനെ നെറ്റ് സെയിൽസ് എന്ന് വിളിക്കുന്നു. അതാണ് അക്കൗണ്ട് ടോട്ടൽ എഴുതുന്നത്. ഇനി വർഷാവസാനത്തെ സ്റ്റോക്ക് അൺസോൾഡ് ഗുഡ്സ് റിമെയിൻ വിത്ത് ട്രേഡർ അറ്റ് ദി എൻഡ് ഓഫ് ദ പീരിയഡ്. വർഷത്തിന്റെ അവസാനം കച്ചവടക്കാരുടെ കയ്യിൽ വിൽക്കാൻ മിച്ചമുള്ള ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്. ഇത് ഓർത്തിരിക്കേണ്ടതാണ്. യഥാർത്ഥ വില അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള വില ഇതിലേതാണോ കുറവ് ആ വിലയ്ക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കണക്കാക്കുക. ഇത് ഫിസിക്കൽ വാല്യുവേഷൻ ആണ്. വർഷാവസാനം 31-ാം തീയതി, ഡിസംബർ 31-ാം തീയതി ഗോഡൌണിൽ കയറി എത്ര രൂപ സാധനം ഉണ്ട് എന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ വിലയിടുക. അതൊട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇത് രണ്ടോട് കൂട്ടി കിട്ടുന്നത് എഴുതി ഇവിടെ എഴുതി മിച്ചം കിട്ടുന്നതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഈ ഗ്രോസ് പ്രോഫിറ്റ് ആണ് അടുത്ത ലൈനിൽ എഴുതുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. ഈ കിട്ടിയ സംഖ്യയാണ് ഇത്. താഴെ ഇൻഡയറക്റ്റ് ഇൻകംസ്. ഇൻഡയറക്റ്റ് ഇൻകംസ്. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് തുടങ്ങിയ റിസീവ്ഡ് ഐറ്റത്തിനാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കുക. ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാത്ത മറ്റ് ചെലവുകൾ, റെന്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, ഫണ്ടിങ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ്,
പ്രിപ്പയേഴ്സ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഇവിടെ എഴുതി. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. മിച്ചം കിട്ടുന്നതാണ് ഈ വർഷാവസാനത്തെ നമ്മുടെ വർക്കിംഗ് റിസൾട്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ്. ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസ് റിട്ടേൺസ്, ടു ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേജസും ക്യാരിയേജുമാണ്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചു, അതിലേക്ക് റിട്ടേൺസ് ഇൻവോയ്സിനെ കുറയ്ക്കും, അങ്ങനെയാണ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയാം. അത് കുറച്ചു. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, ടോട്ടൽ ബാലൻസ് ചെയ്തു. മിച്ചത്തിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ആ ഗ്രോസ് പ്രോഫിറ്റ് അടുത്ത ലൈനിലേക്ക് നമ്മൾ എടുത്തെടുത്തു. അതിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഡ്രോ ഡൗൺ എന്ന് വിളിക്കുക. അതിന് താഴെ ഇൻകംസ്, അതായത് ഇൻഡയറക്റ്റ് ഇൻകംസ് സച്ച് ആസ് റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് തുടങ്ങിയ ഇൻഡയറക്റ്റ് ഇൻകംസ് എഴുതി. ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, റെന്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, ഓഡിറ്റ് ഫീസ്, റിപ്പയേഴ്സ്, ഡിപ്രിസിയേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അഡ്വർടൈസ്മെന്റ്, ടാക്സ്, കമ്മീഷൻ തുടങ്ങിയ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം എഴുതി. ഇന്നത്തെ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യും. മിച്ചം നെറ്റ് പ്രോഫിറ്റ്, ഈ വർഷത്തെ വർക്കിംഗ് റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റ് പെയ്ഡ് ഡ്യൂറിംഗ് ഇയർ. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏകദേശം രൂപം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ചെറിയ ഐഡിയ കിട്ടിക്കാണുന്നത്